കർഷക സ്വരാജ് ആഭിമുഖ്യത്തിൽ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ തുടക്കം കുറിക്കുന്ന സത്യാഗ്രഹത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം. റോഷി ജ്വല്ലറി, ബാങ്ക് റോഡ്, അൻകോട്ട് റോഡ്, കാസർഗോഡ്. കേരളത്തിന്റെ മലയോരങ്ങളിൽ നിന്ന് ഇടനാട്ടിലേക്ക് വരെ വന്യജീവികളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശാസ്ത്രീയവും സുസ്ഥിരവുമായ പരിഹാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലയിലെ വെള്ളരിക്കുണ്ടിൽ അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹത്തിന് സ്വാതന്ത്ര്യദിനത്തിൽ തുടക്കം കുറിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏതെങ്കിലും ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള സമരമല്ല ഇതെന്നും വ്യത്യസ്ത രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ചേർന്ന് രൂപം കൊടുത്ത കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതിയാണ് ഈ നീക്കം ഏകോപിപ്പിക്കുന്നത് എന്നും വെള്ളരിക്കുണ്ട് മേഖലയിലെ എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിന് ഉറപ്പാക്കാൻ ഫെബ്രുവരി മുതൽ നടന്നുവരുന്ന തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇതിന് ജീവൻ നഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ കാർഷിക വിളകൾ നഷ്ടപ്പെടുന്നവർക്കും ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരം വർഷങ്ങളായിട്ട് കൊടുക്കത്തില്ല. അത് തന്നെ നക്കാപ്പിച്ചാണ്, വളരെ നിസ്സാര തുകയേ ഉള്ളൂ. അപ്പോൾ ഈ നിലയിൽ ഈ പ്രശ്നത്തെ വളരെ ലാഘവബുദ്ധിയോടെ കാണുന്ന ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിലുള്ള ഒരു പ്രതിഷേധം കർഷകർ പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ പൊതുവിൽ കാർഷിക പ്രശ്നങ്ങളോട് സർക്കാരുകളുടെ ഒരു തണുത്ത സമീപനങ്ങളുടെ കാരണം കർഷകർക്ക് ഒരു ദിവസത്തിൽ കൂടുന്നൊരു സമരം ചെയ്യാൻ ശേഷിയില്ല എന്നുള്ളൊരു മുൻവിധിയാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് രാവിലെ പശുവിനെ കറക്കണം, റബ്ബർ ടാപ്പ് ചെയ്യുന്നവർ അങ്ങനെയുണ്ട്, കാർഷിക പ്രവൃത്തികളുണ്ട്. അതിനിടയിൽ നീണ്ടു നിൽക്കുന്ന സമരത്തിൽ കർഷകർക്ക് ഏർപ്പെടാനാവാത്തത് കൊണ്ട് കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആ ഒരു കാര്യത്തെ ഒരു തണുപ്പൻ മനോഭാവം ഏത് ഗവൺമെൻറ്റായാലും കാണുന്നൊരു സ്ഥിതിയുണ്ട്. ഞങ്ങൾ ഈ നീണ്ടു നിൽക്കുന്ന സമരത്തിലൂടെ അതിനെ കൂടി മറികടക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു കാർഷിക മേഖലയിൽ തന്നെ നീണ്ടു നിൽക്കുന്ന സമരത്തിൻ്റെ സമര കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. സത്യാഗ്രഹം ആദ്യം വളരെ സായാഹ്ന സത്യാഗ്രഹം മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ പടിപടിയായി ആ സത്യാഗ്രഹത്തിൻ്റെ രൂപം മാറത്തക്ക രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര മാസം നീണ്ടാലും ഈ പ്രശ്നത്തിന് പരിഹാരമാവാതെ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടിയാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത്. കർഷക സ്വരാജ് സത്യാഗ്രഹ സമിതി ചെയർമാൻ സണ്ണി പൈക്കട, കൺവീനർ ബേബി ചെമ്പരത്തി, കോർഡിനേറ്റർ ശോഭി ജോസഫ്, കൺവീനർ ജിമ്മി ഇടപ്പാടി, പ്രസിഡന്റ് ഗോവിന്ദ ഭട്ട്, ജനറൽ സെക്രട്ടറി ഷുക്കൂർ കണാജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.